ഭർത്താവ് തൊട്ട് കഴിഞ്ഞാൽ ഭാര്യയുടെ വുളു മുറിയും, ഭാര്യ തൊട്ട് കഴിഞ്ഞാൽ ഭർത്താവിന്റെ വുളു മുറിയും. രണ്ടും അന്യരാണ്. ആരാണിത് പഠിപ്പിച്ചത്? നോക്കൂ, സ്വഹാബാക്കളുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത് അവരുടെ ഭാര്യമാരാണ്. ഭാര്യ തൊട്ട് കഴിഞ്ഞാൽ വുളു നഷ്ടപ്പെടുമെന്നാണ് എങ്കിൽ എങ്ങനെയാണ് ആ മയ്യത്ത് കുളി ശരിയാവുക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഭർത്താവ് ഭാര്യ തൊട്ടാലും ഭാര്യ ഭർത്താവിനെ തൊട്ടാലും വുളു മുറിയും എന്നുള്ളത് എവിടുന്ന് കിട്ടിയെന്നുള്ളതാണ്. അത് ഇസ്ലാമിക നിയമമല്ല എന്നാണ് മൗലവി ആരെന്താന്നുള്ളത് അറിയില്ല, ആരായാലും പോട്ടെ. പക്ഷെ അതിന് തെളിവായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സഹാബാക്കളൊക്കെ മരണപ്പെട്ടപ്പോൾ ഭാര്യമാരാണല്ലോ മയ്യത്ത് കുളിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഭർത്താവ് ഭാര്യയെ തൊട്ടാൽ വുളു മുറിയും എന്നുള്ളത് അതുകൊണ്ട് സ്ഥിരപ്പെടേണ്ടേ എന്നുള്ളതാണ്. പക്ഷെ മുറിയാത്ത ഒരു വുളു എന്നുള്ളത് മയ്യത്തിന്റെ വുളുവാണ്. മയ്യത്തിന്റെ വുളു ഒരിക്കലും മുറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മയ്യത്തിന്റെ വുളു മുറിയാത്തത് കൊണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മയ്യത്തും കുളിപ്പിക്കാം, ഭർത്താവിന് ഭാര്യന്റെ മയ്യത്തും കുളിപ്പിക്കാം. ഇനി മയ്യത്തിന് വുളു എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഒരു സാഹചര്യത്തിൽ വുളു മുറിയുന്ന ഒരവസ്ഥ ഉണ്ടായാൽ എന്നാലും വുളു മുറിയില്ല. രണ്ടാമത് മയ്യത്തിന് വുളു എടുക്കേണ്ട സാഹചര്യം വരുന്നില്ല. അതാണ് ഇസ്ലാമിക നിയമം. പക്ഷെ ഈ ഒരു മസ്അല കൊണ്ട് എന്താവൂല, ജീവിത കാലഘട്ടത്തിൽ ഒരു ഭർത്താവ് ഭാര്യയെ തൊട്ടാല് വുളു മുറിയില്ല എന്നുള്ളത് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ഒരു കിതാബിലും എവിടെയും കാണാൻ സാധ്യമല്ല. അംഗീകരിക്കപ്പെടാവുന്ന ഒരു ഹദീസിലും എന്താവൂല, കാണാൻ സാധ്യമല്ല. അതേപോലെ തന്നെ ഭാര്യ ഭർത്താവും തമ്മിൽ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് വുളു എടുത്തിട്ട് പോകലും നല്ലതാണ്. പക്ഷെ ആ വുളുവിന് എന്ത് ചെയ്യാൻ പറ്റൂല, നിസ്കരിക്കാൻ പറ്റൂല. അത് കിടക്കുമ്പോൾ ബന്ധപ്പെടാനേ പറ്റുള്ളൂ. അത് നല്ലതാണ്. ഇനിയിപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഭാര്യ ഭർത്താവിനെ തൊട്ടാൽ വുളു മുറിയല്ലോ, അതുകൊണ്ട് വുളു എടുത്തിട്ട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല. നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഭർത്താവ് ഭാര്യ എന്നുള്ളത് അത്രമാത്രം അടുപ്പമുള്ള ബന്ധമാണ്. ഓള് നമ്മുടെ ചങ്കന്നെയാണ്, ഹൃദയാണ്, കരളാണ്. എന്താ ചക്കരയും പാലും ഇതിനൊക്കെയാണ്. അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷെ എന്നതുകൊണ്ട് ഇനിയിപ്പോൾ എത്ര വലിയ സ്നേഹവും ബന്ധവും ഒക്കെ ആണെങ്കിൽ തന്നെ തൊട്ടാ വുളു മുറിയോ? തൊട്ടാ വുളു മുറിയും. അതുകൊണ്ട് ആരും എന്ത് ചെയ്യരുത്, വുളു എടുത്തിട്ട് ഭാര്യനെ പോയി ചുംബിച്ചിട്ട് ആരിസ്കരിക്കാൻ പോകരുത്. ആരിസ്കാരം എന്താവൂല, ശരിയാവൂല. എന്നാ ഓക്കെ, ഇൻഷാ അല്ലാഹ്.